വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് ഒരു റിക്വസ്റ്റ് എന്നതിന്റെ ക്വറി പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ക്വറി സ്ട്രിങ് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അതായത് ഞാനിവിടെ ഈ ഒരു റിക്വസ്റ്റിൽ സ്റ്റുഡൻറ് നമ്മൾ URL ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് പാസ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ക്വറി സ്ട്രിങ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റുഡൻറ്റിനെ ഞാൻ ക്ലാസ് 10ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻറ്റിനെയാണ് എനിക്ക് കിട്ടേണ്ടത്, ഗെറ്റ് ആക്കി അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റ്മാനിലാണെങ്കിൽ പാരാംസ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അവിടെ കൊടുത്താൽ മതി കീ ക്ലാസ് വാല്യൂ 10. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് URLിലേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ആഡ് ചെയ്ത് വരും. ഈ ഒരു URLിനാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിക്വസ്റ്റിംഗ് പാത്ത് സ്റ്റുഡൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ക്ലാസ് ഈക്വൽ ടു ആ ഒരു പാത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഗെറ്റ് HTTP മെത്തേഡ് ആണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഓൾറെഡി URL എന്ന് പറയുന്ന മൊഡ്യൂൾ ഉപയോഗിച്ച് പാർസ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ക്വറി സ്ട്രിങ് ഡയറക്റ്റ്ലി ആ ഒരു URL ഒബ്ജക്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ക്വറി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എടുക്കാം പാർസ്ഡ് URL, പാർസ് പാത്തല്ല, പാർസ് URL ക്വറി, ജസ്റ്റ് ക്വറി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതൊന്ന് ജസ്റ്റ് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. ക്വറി ജസ്റ്റ് കൺസോൾ ലോഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രൗസറിൽ വിളിക്കുന്നതിന് വരെ പോസ്റ്റ്മാനിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ കൺസോൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടെർമിനലിൽ പോവാം. കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആണ് അവരുടെ ക്ലാസ് 10. അപ്പോൾ അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന എല്ലാ ക്വറി സ്ട്രിങ്ങും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ജസ്റ്റ് ക്വറി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആക്സസ് ചെയ്താൽ മതി. പാർസ്ഡ് URL ഉള്ള ക്വറി. ഇവിടെ നമ്മൾ ട്രൂ കൊടുത്തുകൊണ്ടാണ് URL പാർസൽ ട്രൂ എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടാണ് അത് നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റേഷനിൽ പറയുന്നുണ്ട് ഫസ്റ്റ് URL സ്ട്രിങ് ആണ് പാസ് ചെയ്യുന്നത്, അതിൽ സെക്കൻഡ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത് പാർസ് ക്വറി സ്ട്രിങ്, അതായത് ക്വറി സ്ട്രിങ് പാസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്.